പാലക്കാട്ട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകേണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പാലക്കാട് DCC. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് പാലക്കാട് മണ്ഡലത്തിൽ പിന്തുണ തേടിയുള്ള മാങ്കൂട്ടത്തിലിന്റെ ഷോ വേണ്ടെന്നും DCCയുടെ താക്കീത്. ജയിക്കുമെന്ന അധിക ആത്മവിശ്വാസം വേണ്ടെന്ന ഷാഫിക്കും DCCയുടെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സച്ചിൻ പാലക്കാടും ചേരുകയാണ്. സച്ചിൻ, ഇതിനിടയിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്? അതിലാണോ ഇപ്പോൾ പാലക്കാട് DCC അതൃപ്തി രേഖപ്പെടുത്തുകയും മുന്നറിയിപ്പ് രാഹുലിന് നൽകുകയും ചെയ്യുന്നത്? ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം വേണ്ട എന്ന് ഷാഫിയോടും പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വസ്തുതകൾ നിരത്തുമ്പോൾ വടകരയിലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവാണോ പാലക്കാട് DCC ഷാഫിയോട് പങ്കുവയ്ക്കുന്നത്? മനു, പാലക്കാട് DCC നേതൃയോഗം ഇന്നലെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചേർന്നത്. ഇതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാക്കളെയും അതുപോലെ തന്നെ സമുദായ സംഘടനകൾ NSS അതുപോലെ തന്നെ SNDP തുടങ്ങിയ സംഘടനാ നേതാക്കളെയും രഹസ്യമായി ചെന്ന് കണ്ട് ഞാനായിരിക്കും അടുത്ത ഷാഫി പറമ്പിൽ വടകര ജയിക്കുകയാണെങ്കിൽ പാലക്കാട് അടുത്ത നിയമസഭാ മണ്ഡല സ്ഥാനാർത്ഥി താനായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പിന്തുണക്കണം എന്ന ഒരു രീതിയിലാണ് ഈ നേതാക്കളെ കണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ വലിയൊരു വിമർശനവും അതുപോലെ തന്നെ താക്കീതും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ചില നേതാക്കൾ പുറത്തു നിന്നുള്ള ചില ആളുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സാമുദായിക നേതാക്കളെയും അതുപോലെ തന്നെ A ഗ്രൂപ്പിൻ്റെ പ്രമുഖരെയും ജില്ലയിൽ കണ്ടത്. വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ DCCയിൽ ഉയർന്നിരിക്കുന്നത്. കാരണം DCC പ്രസിഡന്റോ നിലവിലെ KPCC ഭാരവാഹികളൊന്നും അറിയാത്ത ഒരു പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നിട്ടുള്ളത്. പാലക്കാട് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും നിലവിൽ പാലക്കാട് MLA ആണ്. വടകരയിൽ ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ KPCCയെ ധരിപ്പിച്ചിരുന്നു, ഞാൻ പറയുന്ന ആളായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ വടകരയിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് സ്ഥാനാർത്ഥി എന്ന ഒരു ഒരു ആക്ഷേപവും ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ വടകരയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുകയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടമായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഒരു ഉറപ്പും രാഹുലിന് ഷാഫി നൽകിയിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഷാഫി പറമ്പിലിൻ്റെ ഇത്തരത്തിലുള്ളൊരു അമിത ആവേശം പാടില്ല എന്ന രീതിയിലുള്ള വിമർശനവും DCC ഉന്നയിച്ചിട്ടുണ്ട്. കാരണം വടകരയിൽ കടുത്ത മത്സരമാണ് നടന്നിട്ടുള്ളത്. ഷാഫി പറമ്പിൽ പെട്ടെന്ന് വിജയിക്കില്ല. അത്തരത്തിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഷാഫി പറമ്പിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് എന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന യോഗത്തിൽ പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തുടങ്ങിയവരും ഷാഫിക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രവർത്തനവും നടത്താൻ വേണ്ടി സാധിച്ചിട്ടിരുന്നില്ല. ഷാഫി പറമ്പിൽ നിലവിലെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഷാഫിയുടെ അനുയായികളെ മുഴുവൻ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെ മുഴുവൻ വടകരയിൽ കൊണ്ടുപോയി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത്. അത്തരത്തിൽ വടകരയിലുള്ള കോൺഗ്രസ്സുകാരെല്ലാം അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. മുഴുവൻ പാലക്കാട് നിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഷാഫിയുടെ അനുയായികളാണ് വടകരയിൽ എത്തി ക്യാമ്പ് ചെയ്ത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖ്യ ചുമതല അവിടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് രാഹുലിൻ്റെ ഷോ വേണ്ട എന്ന വലിയ രീതിയിലുള്ള ഒരു താക്കീതാണ് നിലവിൽ DCC നൽകിയിട്ടുള്ളത്. മനു, ശരി. സച്ചിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.